നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുൻ DGP ജേക്കബ് തോമസിനെതിരെ BJP പാർട്ടി തല നടപടികൾക്ക് ഒരുങ്ങുന്നതായി സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ദുരൂഹതയുണ്ടെന്നുള്ള ആരോപണം ഉയർത്തിയതോടെയാണ് BJPയുടെ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായത്. കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു തിരിച്ചടി തന്നെയായി. ജേക്കബ് തോമസിനെ പോലെ ഒരു വിശ്വാസ്യതയുള്ള ഒരു നേതാവ്, ഒരു മുൻ IPS ഉദ്യോഗസ്ഥൻ BJPക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് തങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നിൽ മുഖം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചതെന്നാണ് കേരളത്തിലെ BJP നേതാക്കൾ ഇതിനെക്കുറിച്ച് കേന്ദ്ര നേതാക്കളോട് പറഞ്ഞത്. നിർമ്മല സീതാരാമനെ പിണറായി വിജയൻ ചെന്ന് കണ്ടു എന്നതല്ല വിഷയം. നിർമ്മല സീതാരാമൻ പിണറായി വിജയനെ കാണാൻ കേരള ഹൗസിൽ എത്തി എന്നതാണ് ദുരൂഹതയുയർത്തുന്നത്. അത് പിണറായി വിജയൻ്റെ മകളുടെ മാസപ്പടിക്ക് തട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് അത്തരമൊരു നീക്കം നടന്നതെന്ന സൂചനയാണ്, ആരോപണമാണ് ജേക്കബ് തോമസ് ഉന്നയിച്ചത്. സാധാരണഗതിയിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ മുഖ്യമന്ത്രിമാരെ കാണാൻ അങ്ങോട്ട് ചെല്ലാറില്ല. മുഖ്യമന്ത്രിമാർ അവരെ കാണാൻ അങ്ങോട്ട് ചെല്ലാറ് പതിവ്. എന്നാൽ ഇവിടെ കേരള ഹൗസിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നിർമ്മല സീതാരാമൻ വരികയും വളരെ നേരം ചർച്ചകൾ നടത്തുകയും ചെയ്തത് വളരെ ദുരൂഹതയുയർത്തുന്നതാണെന്നും തൻ്റെ മകൾ വീണ വിജയൻ്റെ മാസപ്പടിക്ക് തട്ടിമറിക്കാനൊരു നീക്കമാണ് പിണറായി വിജയൻ നടത്തിയെന്നും അതിന് BJP സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ പച്ചക്കൊടി കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായതെന്നുമുള്ള സൂചനകളാണ് എന്ന ആരോപണമാണ് മുൻ DGP ജേക്കബ് തോമസ് ഉയർത്തിയത്. ജേക്കബ് തോമസ് അടുത്ത കാലത്ത് BJPയുടെ നേതൃനിരയിൽ എത്തിപ്പെടുകയും ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ BJP കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് വലിയ അടുപ്പവും വലിയ സ്വാധീനവും അദ്ദേഹത്തിന് വലിയ ജനസമ്മതിയും ഒക്കെ ഉണ്ട്. കാരണം അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തിയ ഒരാളെന്നുള്ളൊരു IPS ഉദ്യോഗസ്ഥൻ എന്നൊക്കെയുള്ള പ്രതിച്ഛായ ഉള്ളയാളാണ് ജേക്കബ് തോമസ്. ജേക്കബ് തോമസിനെ കിട്ടിയപ്പോൾ BJPക്ക് കേരളത്തിൽ അതൊരു മുതൽക്കൂട്ടാകുമെന്നൊക്കെയാണ് അന്നത്തെ സംസ്ഥാന നേതൃത്വം പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇരിങ്ങാലക്കുടയിൽ BJP സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിന് നിർത്തി മത്സരിപ്പിച്ചത്. ഏതായാലും ജേക്കബ് തോമസിൻ്റെ ഈ ആരോപണങ്ങൾ സംസ്ഥാന BJP നേതൃത്വത്തിൻ്റെ മുഖം നഷ്ടപ്പെടുത്തിയെന്നാണ് അവർ കരുതുന്നത്. കാരണം പിണറായി വിജയനെതിരെ വലിയ നീക്കങ്ങൾ അല്ലെങ്കിൽ വലിയ പോരാട്ടങ്ങൾ രാഷ്ട്രീയ രംഗത്ത് നടത്താൻ തങ്ങൾ ഒരുങ്ങുകയാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനുമായുള്ള CPMുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് BJP നടത്താൻ പോകുന്നതെന്നൊക്കെയുള്ള വലിയ തോതിലുള്ള വർത്തമാനങ്ങൾ ഇവരുടെ ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സമയത്താണ് ഇതിൻ്റെ എല്ലാം മുനയൊടിക്കുന്ന വിധത്തിൽ, ഇവരെയെല്ലാം നാണം കെടുത്തുന്ന വിധത്തിൽ നിർമ്മല സീതാരാമനും പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ദുരൂഹതയുണ്ടെന്നും അത് പിണറായിയുടെ മകളുടെ മാസപ്പടിക്ക് തട്ടിമറിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നുമുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ജേക്കബ് തോമസ് ഉയർത്തുന്നു. ഇതോടെ സംസ്ഥാന BJP നേതൃത്വം പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംസ്ഥാന BJP നേതൃത്വം കേന്ദ്ര BJP നേതൃത്വത്തെ ഇത് അറിയിക്കുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയത് കേരളത്തിലെ BJPക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിതെന്നുള്ള ധാരണ ജനങ്ങൾക്കിടയിൽ പരന്നാൽ പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായിരിക്കും BJPക്ക് ഉണ്ടാവുമെന്നൊക്കെ കേരളത്തിലെ BJP നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഏതായാലും ജേക്കബ് തോമസിനെ ഇനി BJPയിൽ നിലനിർത്തണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവർ ഏറെക്കുറെ എത്തിയിരിക്കുന്നതെന്ന് അറിയുന്നു. കാരണം ജേക്കബ് തോമസിനെ പോലെ ഒരാളെ നിലനിർത്തി അദ്ദേഹം ഇനിയും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ കേരളത്തിൽ BJPയുടെ സാധ്യതകളെ കൂടുതൽ ഇല്ലാതാക്കുമെന്നുള്ള ഭയമാണ് BJP സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ഇതേ ഭയം തന്നെ BJPയുടെ അഖില നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്രീധരനെ പരിഗണിക്കുന്ന പോലെ ഇനി ജേക്കബ് തോമസിനെ പരിഗണിക്കേണ്ട, അദ്ദേഹം ഏതെങ്കിലും മൂലക്കിരിക്കട്ടെ എന്നുള്ള നിലവിലേക്കാണ് BJP സംസ്ഥാന നേതൃത്വം പോകുന്നത്.